ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. പുതിയ വീഡിയോയോട് സ്വാഗതം. അങ്ങനെ നമ്മുടെ സെൻറ്ററിൻ്റെ സൺഡേ സ്കൂൾ VBS വളരെ നല്ലൊരു VBS ആയിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഞങ്ങൾ മാത്രമല്ല, അങ്കിൾമാരും ആൻറ്റിമാരും പാസ്റ്റർമാരും എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. സോ ഇന്നത്തെ വീഡിയോസിനകത്ത് സമാപന ദിവസത്തെ പ്രോഗ്രാമിൻ്റെ കാഴ്ചകളൊക്കെയാണ്. നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് കടന്നാലോ. വെൽക്കം ടു ജോഷ് ടോക്സ്. വീഡിയോ കുറച്ച് വലുതാണ്, എന്നാലും ഫുള്ള് കാണണം. എന്നൊരു വാക്ക് പുറകെ നിന്ന് കേൾക്കും. അതെ, ഈ ലോകത്ത് നമുക്ക് കാണാം, ഇപ്പൊ കുട്ടികളെല്ലാം ഫോണിലോട്ട് അഡിക്ഷൻ, അതുപോലെ തന്നെ ഡ്രഗ്സിനോട് അഡിക്ഷൻ, അതുപോലെ ഡ്രഗ്സ് ക്യാരിയേഴ്സ് ആയിട്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ദൈവഹിതമായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കാനാണ് ഈ വാക്യത്തിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ദൈവഹിതമല്ലാത്തതും ദൈവഹിതമായിട്ടുള്ളതും. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ദൈവഹിതമായിട്ടുള്ള വഴി? അതെ, ദൈവഹിതമായിട്ടുള്ള വഴി
ദീപം മാലിന്യ പ്രകാശമാകും. അത് ഈ വചനത്താലാണ് നാം ദൈവത്തിന്റെ ഹിതം ഏതാണെന്ന്, ദൈവത്തിന്റെ വഴി ഏതാണെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ദൈവഹിതം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തിന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്ര എന്ന് മത്തായിയുടെ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതെ, ദൈവഹിതമായിട്ടുള്ള വഴി എടുക്കുന്നതാണ് പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവം തന്നെ മക്കളോട് തന്നെ പറയുന്നുണ്ട്, ഞാൻ നീ പോകുന്നതൊക്കെയും ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതെ, ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ നമ്മള് ഏത് വഴി തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് ദൈവം നമ്മളോട് പറയും, മക്കളെ ഈ വഴിയിലോട്ട് തന്നെ പോകണം എന്നാണ് ദൈവം പറയുന്നത്. ദൈവഹിതത്തിൽ നാം പോകണം. മുന്നമേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അത് ദൈവത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നതോറും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ വഴി നാം കാണിച്ചു തരും. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ലോകത്തെ ഒന്നും നാം പോകാൻ പാടില്ല. ലഹരിയോടോ അങ്ങനത്തെ കാര്യങ്ങളോടോ നമ്മളൊന്നും പോകാൻ പാടില്ല. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് നാം ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. തൊട്ട് നമുക്ക് ഈ വെള്ളിയാഴ്ച വരെ VBS ആയി കടന്നു വന്ന് ദൈവത്തെ അവിടുന്ന് ആരാധിപ്പാനും ഒരുപാട് ഗെയിമുകളും ആക്ടിവിറ്റീസും എല്ലാം ചെയ്യുവാൻ അവിടുന്ന് ഇടയായി. നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ കുട്ടികളും ഓരോ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കി അവരെ അതായത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ നമ്മൾ ഓരോ ഗെയിമും പാട്ടും ഡാൻസും ചെയ്യുന്നതിന്റെ നമ്മുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുവാനും ഒരു ജീസസ് ഓറിയന്റഡ് ലൈഫ് നയിക്കുവാനുമാണ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നമ്മൾ ഈ VBSനെ കാണുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ VBS ഒരു അൾട്ടിമേറ്റ് സക്സസ് ആണ്. അപ്പം എന്റെ ക്ലാസ്സിലെ കുട്ടികളും മറ്റു ക്ലാസ്സിലെ കുട്ടികളും എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ടീച്ചറെ എങ്ങനെയാ ഞാൻ ഗോസ്പൽ മറ്റുള്ളവരെ അറിയിക്കുന്നത്, എന്റെ വീട്ടിൽ എങ്ങനെയാ ബൈബിള് വായിക്കാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് വരുമായിരുന്നു. അപ്പം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോഴും ആ ഒരു സ്പിരിറ്റ് ആണ്. ആ സ്പിരിറ്റ് അവരുടെ ലൈഫ് ലോങ് നിൽക്കണമെങ്കിൽ നമ്മൾ ടീച്ചേഴ്സായും നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ളവര് എപ്പോഴും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരെ സ്പിരിച്വലി സപ്പോർട്ട് ചെയ്യാൻ നോക്കണം. കാരണം അവരുടെ ഈ സ്പിരിറ്റ് ആണ് അവരുടെ ഫ്യൂച്ചർ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നീട് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിക്കുക, അത് വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. നാളെ അവര് ജീവിതത്തിൽ ഡിഫറെന്റ് ലെവലിലെ എനർജികൾ കാണും. ഈ എനർജികളെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് പോകും. പക്ഷെ നാളെ ഒരു സ്ഥാനത്ത് എത്തുമ്പോൾ അവർ തിരിച്ച് ചിന്തിക്കുമ്പോൾ സൺഡേ സ്കൂളോ അല്ലെങ്കിൽ VBSോ നൽകിയ ഓർമ്മകളും അനുഭവങ്ങളും മാത്രമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ VBSൽ നിന്ന് നല്ലൊരു അനുഭവങ്ങളും
നല്ല ഓർമ്മകളും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനായി ഒരുക്കിയ ഈ VBS ഒരുക്കിയ സജൻ പാസ്റ്റർ, ശാന്തി ആന്റി, സജൻ പാസ്റ്ററുകള്, പിന്നീട് ഷോൺ ചാച്ചൻ, എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ടീച്ചേഴ്സായി ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനും പേഴ്സണലി എന്റെ ജീവിതത്തിൽ കൂടുതൽ ദൈവമായിട്ട് അടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ വേണ്ടി ഈ VBS എന്നെ സഹായിച്ചു. താങ്ക് യു സോ മച്ച്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ദേവദാസന്മാർ, ഇവിടെ കൂടി വന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ചിൽഡ്രൻസ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ സമാപന ദിവസത്തിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി പാട്ടുകൾ പഠിച്ചു, ഒത്തിരി ഗെയിംസ് കളിച്ചു, ഒത്തിരി കഥകൾ കേട്ടു. ഇനി കുറച്ച് നിമിഷം കൂടി കഴിയുമ്പോൾ നാം നമ്മുടെ വീട്ടിലേക്ക് കടന്നു പോകുവാണല്ലോ. എന്നാൽ കടന്നുപോയിട്ടും ഓർക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ഒരു VBSന്റെ കീ വേഴ്സ് ആയിരിക്കുന്ന യെശയ്യാ 30:21 ഒന്ന് വായിക്കാം. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴി, ഇതിലൂടെ നടപ്പീൻ എന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം നിങ്ങളുടെ ചെവി കേൾക്കും. പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിൽ നിന്ന് നാം എന്തുവാണ് മനസ്സിലാക്കുന്നത്? ദൈവം നമ്മെ വഴി നടത്തുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാമെന്ന് അറിയാതിരിക്കുമ്പോൾ, അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ വഴി നടത്തും. ദൈവം നമ്മൾ ആട്ടിടയൻ ആടിനെ ഗൈഡ് ചെയ്യുന്ന പോലെ, ഒരു ടീച്ചർ തന്റെ സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്ന പോലെ ദൈവം നമ്മളെയും ഗൈഡ് ചെയ്യും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് വരാറുണ്ട്. ഏത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഇതിലൂടെ എല്ലാം ദൈവം നമ്മളെ വഴി നടത്തും. അടുത്തതായിട്ട്, ദൈവം നമ്മളെ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് വഴി നടത്തുന്നത്? ആദ്യം ബൈബിളിലൂടെ. നാം ബൈബിൾ വായിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ ചില വാക്യങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. രണ്ടാമത്, പ്രാർത്ഥനയിലൂടെ. നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. മൂന്നാമത്, വ്യക്തികളിലൂടെ. പല ആൾക്കാരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ ടീച്ചേഴ്സ് ആവാം, നമ്മുടെ പാസ്റ്റേഴ്സ് ആവാം. ഇങ്ങനെ പല വ്യക്തികളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ദൈവത്തിലൂടെ മാത്രമേ ജീവിത വിജയം നേടാൻ സാധിക്കത്തുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ജീവിതം വിജയം നേടാൻ സാധിക്കുന്നത്?
ആദ്യമായിട്ട് നാം ചെയ്യേണ്ട കാര്യം നാം വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു എക്സാം ഉണ്ടാണെങ്കിൽ നമ്മൾ ആദ്യം നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം. രണ്ടാമത്, നാം ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കണം. മൂന്നാമത്, നാം ദൈവത്തോട് സമ്പൂർണ്ണമായി സമർപ്പിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിത വിജയം നേടാൻ സാധിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഈ ഇടയനായ ദൈവത്തിനോട് ചേർന്ന് നമ്മുടെ വഴികാട്ടിയ കർത്താവിനോട് ചേർന്ന് നടക്കാം. ഈ വചനമാണ് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞാൻ കഴിഞ്ഞ ഒരു 29 വർഷമായി സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. എൻ്റെ ലൈഫിൽ ഒത്തിരി VBSകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫുള്ളായിട്ട് അങ്ങനെ അധികം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് കഴിഞ്ഞ 4 ദിവസം നമ്മുടെ VBS, നമ്മുടെ ചർച്ച്, നമ്മുടെ തിരുവല്ല സെൻറ്റർ ഇങ്ങനെ ആദ്യമായിട്ടൊരു VBS ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് പ്രിസ്ക. പ്രധാന വാർത്തകൾ. തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്ന ദമ്പതികളെ സ്വർഗീയ കോടതിയിൽ ഹാജരാക്കി. വിധിയുടനെ. പുഴയിൽ ഒഴുകിപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശിശുവിനെ ദത്തെടുത്ത മുസ്ലിം രാജകുമാരി. വസ്തുവഴിപാടുകളിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ദമ്പതികൾക്ക് ദാരുണ അന്ത്യം. സംസ്കാരം നടത്തി. യേശു തന്റെ ശിഷ്യന്മാരെ വിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. 2026 തിരുവല്ല സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ടൗൺ ചർച്ചിൽ VBSന് തുടക്കം കുറിക്കുന്നു. വാർത്തകൾ വിശദമായി. തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്ന ദമ്പതികളെ സ്വർഗീയ കോടതിയിൽ ഹാജരാക്കി. വിധിയുടനെ. നമുക്ക് ആദാമിനെ ലൈനിൽ വിളിക്കാം. ഹലോ ആദാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ബൈ ദ ബൈ, പ്രിസ്ക, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഹൗവ തന്ന ഫലം തിന്നതിനാലാണ് ഞാൻ ഈ പെടാപ്പാട് പെടുന്നത്. ദൈവമാകുന്നത് പറഞ്ഞ അത് തിന്നരുതേ എന്ന്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞോ സാത്താൻ പാപിന്റെ വിഷത്തിൽ വന്ന് ഹവ്വയെ വശീകരിക്കുമെന്ന്. ലാസ്റ്റ് വിധി വന്നപ്പോൾ ഞങ്ങളെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പകരം കെരൂബുകളെ കാവൽ നിർത്തി. ഞങ്ങളിപ്പോൾ ആകെപ്പാടെ പ്രശ്നത്തിൽ പറ്റി നിൽക്കുക. പ്രിസ്ക, പുഴയിൽ ഒഴുകിപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശിശുവിനെ ദത്തെടുത്ത മുസ്ലിം രാജകുമാരി. സേറ, എന്തൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? ദത്തെടുത്ത ശിശുവിനെ പാലൂട്ടി വളർത്താൻ സ്വന്തം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം തിരികെ കൊട്ടാരത്തിൽ ഹാജരാക്കുകയും വേണമെന്നും ഫറവോൻ അറിയിച്ചു. ഈ കുഞ്ഞിനെ കിട്ടിയത് ഭാഗ്യമാണെന്നും ഇവർ വളരുമ്പോൾ വലിയ ആളായി തീരുമെന്നും രാജകുമാരി പറഞ്ഞതായി തോഴിമാർ ബൈബിൾ ന്യൂസിനോട് അറിയിച്ചു.
വസ്തു ഇടപാടുകളിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ദമ്പതികൾക്ക് ദാരുണാന്ത്യം. ശവസംസ്കാരം നടത്തി. അന്ന, പറയൂ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അതെ പ്രിസ്ക, കേൾക്കാം. പരിശുദ്ധാത്മാവിനെ കളിപ്പിച്ച അനന്യാസിനെയും സഫീറയും കയ്യോടെ പൊക്കി. വസ്തു വിറ്റ് കിട്ടിയ മുഴുവൻ തുകയും ഇവർ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ തുകയിൽ വൻ കള്ളത്തരം നടത്തി. ബാക്കി തുക ഡിപ്പോസിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ഇവർ പിടിയിലായത്. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ കുഴഞ്ഞു വീണ് മരിച്ചത്. ആരെല്ലാമാണ് ഇവരെ അടക്കിയത്? പിന്നീട് കുറച്ച് യുവാക്കൾ ചെന്ന് സംസ്കാരം നടത്തി. ഇവിടുത്തെ ആളുകളൊക്കെ ഇപ്പോൾ പറയുന്നത് പരിശുദ്ധാത്മാവിനെ കളിപ്പിച്ചാൽ നല്ല പണി കിട്ടുമെന്നാണ്. യേശു തന്റെ ശിഷ്യന്മാരെ വിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. എന്താണ് സാറാക്കി പറയാനുള്ളത്? ഹലോ പ്രിസ്ക, ഇവിടെ 3.5 വർഷം അവരോട് കൂടെ യേശു ഉണ്ടായിരുന്നു. അവനോടൊപ്പം ഫുഡ് കഴിക്കുകയും സമയം ചിലവഴിക്കുകയും ചെയ്തു. യേശു അവർക്ക് കുടപ്പിറപ്പിനെ പോലെ ആയിരുന്നു എന്നും അപ്പോസ്തലന്മാർ പറയുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം അവരോട് കൂടെ ഉണ്ടായിരുന്നു. 40 ദിവസം കഴിഞ്ഞതിനു ശേഷം പോകുമ്പോൾ നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കണമെന്നും 2ാം വരവിൽ നിങ്ങളെ കൊണ്ടുപോകും എന്ന് യേശു വാഗ്ദാനം കേട്ടു. 2026 തിരുവല്ല സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ടൗൺ ചർച്ചിൽ BBSന് തുടക്കം കുറിക്കുന്നു. അന്ന, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? നമുക്ക് എന്തൊക്കെ അറിവുകളാണ് അവിടെ നിന്ന് കിട്ടുന്നത്? ഹലോ പ്രിസ്ക, കേൾക്കാമോ? കേൾക്കാം. BBS അനുഗ്രഹമായി പോകുന്നു. 2026 തിരുവല്ല സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ടൗൺ ചർച്ചിൽ BBSന് തുടക്കം കുറിച്ചു. ചില വർഷങ്ങൾക്ക് ശേഷം ഉത്സാഹഭരിതമായ ഒരു BBS ആണ് ആരംഭിച്ചത്. ഏകദേശം 130ഓളം കുട്ടികളും അധ്യാപകരും പങ്കെടുക്കുന്നു. നല്ല പാട്ടുകൾ, ഗെയിംസ്, പപ്പറ്റ് ഷോ കുട്ടികളിൽ സന്തോഷം ഉളവാക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന പാസ്റ്റർ സാജൻ പാസ്റ്റർ ആൻഡ് ഫാമിലി അഭിനന്ദിക്കുന്നു. BBSൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതിൽ എടുത്തു പറയേണ്ടത് പാസ്റ്റർ അങ്കിളാണ്. ആന്റിയെ കാട്ടിലും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. കൂടാതെ നിസി ചേച്ചിയും സാമ ചാച്ചൻ ഇവാനിയും ഒപ്പത്തിനൊപ്പം ഡാൻസ് കളിക്കുന്നുണ്ട്. സെൻട്രൽ പാസ്റ്റർ സജി എബ്രഹാം അങ്കിൾ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു. എന്താണ് ഈ BBSന്റെ വിജയം? സെൻട്രൽ സെക്രട്ടറി സാബു അങ്കിൾ, ഷോണ ചാച്ചൻ, മറ്റു പാസ്റ്റർ അങ്കിൾമാർ എല്ലാവരും കൂട്ടായ പ്രവർത്തനമാണ് ഈ BBSന്റെ വിജയം. കാലാവസ്ഥകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കാലാവസ്ഥകൾ നല്ല കൊടും ചൂടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇവിടുത്തെ ചർച്ചിൽ AC ഉള്ളതിനാലാണ് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും പിടിച്ചു നിൽക്കുന്നത്. ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ ടേസ്റ്റ് ഉള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആയിരുന്നു. എല്ലാ ദിവസവും വെറൈറ്റി ജ്യൂസുകളും സ്നാക്സുകളും ഇവിടുത്തെ അങ്കിൾമാർ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളിൽ ഇതിൽ സഹായിക്കുന്ന 2 വ്യക്തികളുണ്ട്. അവർക്ക് ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ന്യൂസ് റിപ്പോർട്ടിൽ നിൽക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഇവിടെ നിന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു, പണ്ട് ജോസ് പേ പാസ്റ്റർ ഉണ്ടായിരുന്നപ്പോൾ നമ്മളൊരു BBS തിരുവല്ല സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയാണ്. അതിന് മുമ്പ് നമ്മൾ സ്റ്റേഡിയം ചർച്ചിൽ വെച്ച് എല്ലാ സഭകളെയും ബന്ധിപ്പിച്ച് നമ്മളൊരു ചില വർഷങ്ങൾ, ദീർഘവർഷങ്ങൾ നമ്മുടെ നിത്യതയിൽ പ്രവേശിച്ച പ്രിയ മോൺസിച്ചാൻ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ BBS നടത്തിയിരുന്നു. അന്ന് കൂടിയവരൊക്കെ കാണുമായിരിക്കും. ചില അന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് വലുതായി അവരൊക്കെ ജോലിയിലൊക്കെ പ്രവേശിച്ചെന്ന് വിശ്വസിക്കുന്നു. 2018 YP തിരുവല്ല സോണിന്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു ക്യാമ്പ് തിരുവല്ല സ്റ്റേഡിയം ചർച്ചിൽ വെച്ച് നടത്തുവാനിടയായി. അന്ന് ഞങ്ങൾ ചെയ്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ലാസ്റ്റ് ദിവസം പാട്ട് പാടി എല്ലാവർക്കും ഡാൻസ് ചെയ്യാൻ ഒരു അവസരം കൊടുത്തു. അത് അവരെ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ സ്കൂളുകളിൽ പോയാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും അവർ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ സിനിമാ പാട്ടിനോട് ഒത്തൊരുമിച്ച് ഡാൻസ് ചെയ്യാനൊന്നും അവർ പോകാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പോകാറില്ല. പക്ഷെ അവർക്ക് അടച്ചിട്ട മുറിയിൽ നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. അന്ന് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചപ്പോൾ ഞങ്ങൾ ധൈര്യമായിട്ട് അന്ന് മൊബൈൽ ഫോൺ ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു, ആരും ഫോണിൽ ഇതെടുക്കരുത്. അന്ന് കുറച്ച് വർഷങ്ങൾ പുറകിലാണ്. അന്ന് വിമർശിക്കുന്ന ഒത്തിരി സമയങ്ങളുണ്ടായിരുന്നു. അന്ന് പിള്ളേരെല്ലാം എൻജോയ് ചെയ്തു. അന്ന് ആ പാട്ടിന് എൻജോയ് ചെയ്തവർ ഇപ്പോഴും കാണുമ്പോഴും ഭയങ്കര ഒരു സന്തോഷമാണ്. ഇന്ന് അതൊക്കെ മാറി ഇന്ന് സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാനൊക്കെ അവസരങ്ങൾ ഒരുക്കി. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഴയ രീതികളൊക്കെ മാറി പുതിയ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട സമയമായി.
അതിന് തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നേതൃത്വം നൽകുന്നു. അത് പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഡാൻസ് പഠിപ്പിച്ച നമ്മുടെ സാജൻ പാസ്റ്റർ ഫാമിലി അവരെ വളരെ അധ്വാനം ചെയ്തു. പ്രിയ മോള് ഷാനിയാനി ഇവരൊക്കെ മറ്റ് കൂടെ ഉണ്ടായിരുന്ന മോള് സാമ ഇവരെല്ലാം വളരെ ആത്മാർത്ഥതയോടെ ലാസ്റ്റ് ഡാൻസ് ചെയ്തിട്ട് പാസ്റ്റർ ചോദിക്കും ആരാ നല്ല ഡാൻസ് ചെയ്തേ, പാസ്റ്റർ അടച്ചോട്ടാ പറയുന്നത്. പക്ഷെ എല്ലാവരും അത് സമർപ്പണത്തോടെ പ്രിയ ദേവദാസൻ പ്രവർത്തിച്ചു. നിങ്ങളെ കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഐക്യനിടയിൽ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. നിങ്ങളെ കുടുംബമായിട്ട് സഹായിക്കട്ടെ. ഡിസ്ട്രിക്റ്റിന്റെ എല്ലാവിധമായ ആശംസകളും നന്ദി നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സാമ പ്രിയ മകളെ അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രയത്നങ്ങൾ കർത്താവ് വ്യർത്ഥമല്ല. തലമുറയിൽ പിന്നെ ഒരു സമയത്ത് നമുക്ക് ഇതിനൊക്കെ പ്രതിഫലം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇവിടെ വന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നിങ്ങൾക്കൊക്കെ ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് പറഞ്ഞേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത വർഷം കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇതുപോലെ നല്ല ക്യാമ്പുകൾ നടത്തുവാൻ VBS നടത്താൻ ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിന്റെ പിന്നിൽ ഷോൺ വളരെയധികം അധ്വാനിച്ചു. അദ്ദേഹത്തിന്റെ ജോലി തിരക്കിന്റെ ഇടയിലും രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഒത്തിരി അധ്വാനിച്ചു. പ്രത്യേകിച്ച് പ്രിയ ഷോണിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം നമ്മുടെ സജി പാസ്റ്റർ വളരെ ഒരു സപ്പോർട്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് അവരോടുകൂടി ചേർന്ന് കുഞ്ഞുങ്ങളായിട്ട് പ്രവർത്തിച്ചു. പ്രത്യേകം ദേവദാസിനെ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. സെന്ററിന്റെ എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു. ലാസ്റ്റിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അത് പറയുന്നില്ല. സെന്ററിലുള്ള ദേവദാസന്മാര് അവരെല്ലാം നിലം മറന്ന് കൊച്ചുകുട്ടികളെ പോലായി. എനിക്കും കഴിഞ്ഞ ഒരാഴ്ച ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആയി തീരുവാൻ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എങ്കിലും അതൊക്കെ മറന്ന് നമ്മളെ കുഞ്ഞുങ്ങളെ പോലായി നമ്മൾ മതി മറന്ന് നമുക്ക് എൻജോയ് ചെയ്യുവാൻ സഹായിച്ചു. അതിന് പ്രത്യേകം നന്ദി നിങ്ങളെ അറിയിക്കുന്നു. തുടർന്നും ഇതുപോലെ നല്ല പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ, ഇത്ര കുരുപ്പന്മാരായ പിള്ളേരെ സഹിച്ച ടീച്ചേഴ്സിന് വലിയൊരു നന്ദി. അവരുടെ ഇഷ്ടങ്ങളും അവരുടെ വഴക്കുകളും അവരുടെ പോരായ്മയുടെ എല്ലാം നിങ്ങളെ നല്ലതായിട്ട് അത് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഡാൻസ് ചെയ്യാത്ത കുറെ പാസ്റ്റർമാരുണ്ട്. അവരെല്ലാം ലാസ്റ്റ് ഇവിടെ സ്റ്റേജെ വിളിച്ചു നിർത്തി എല്ലാവരും ഡാൻസ് ചെയ്തു. എന്റെ ഡാൻസ് ഒത്തിരി അടുത്ത് ചെന്നെന്ന് പറഞ്ഞു കേട്ടു. എന്നാൽ ഈ പാസ്റ്റർമാരൊക്കെ മടിച്ചു നിൽക്കുകയാണ്. അവരൊക്കെ അവരെ മനസ്സൊക്കെ ഫ്രീ ആക്കി മുന്നോട്ട് കടന്നു വന്ന് ഡാൻസൊക്കെ ചെയ്യണം. ഇതൊക്കെയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നല്ല നിമിഷങ്ങള്. അത് ഓർത്ത് വെക്കുക. കർത്താവിന്റെ വരവ് താമസിച്ചാൽ വീണ്ടും നല്ലൊരു VBS നടക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ചെറിയ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക നന്മകൾ കൊണ്ടോ പ്രവർത്തിച്ച ശാരീരിക അധ്വാനം കൊണ്ട് പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവല്ല സെന്ററിന്റെ നാമത്തിലുള്ള നന്ദി നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ
30 വയസ്സ് തികയും ഇല്ലേ? 30 കൊച്ചു ചെറുക്കനാണ്. നിങ്ങളെപ്പോലെ +2-ലായിട്ടേ ഉള്ളൂ. പക്ഷെ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഡയറക്ടറായിട്ട് ദിവസം നമ്മുടെ കൂടെ സേവനമനുഷ്യ നല്ലൊരു ക്ലാപ്പ് കൊടുത്തേക്കാണ്. ഞാൻ ഇതിൽ ഇരുന്നപ്പോൾ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒപ്പം കയറി വന്നപ്പോൾ ഞാൻ അവർക്കൊന്നിൻ്റെ ഫീഡ്ബാക്ക് പറയാനാണ്. ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പ്രൈസ് ലോർഡ്. ഞാൻ 3-ാമത്തെ ദിവസമാണ് ഇവിടെ വന്നത്. ഞാൻ 1-2 VBSന് പോയത്. പക്ഷെ അതിനെക്കാട്ടി ഇവിടെ വന്നിട്ട് എനിക്ക് വൈബ് ഫീൽ ചെയ്തു. ടീച്ചർമാരും പിള്ളേരും നല്ല വൈബിനുള്ള ഒത്തുചേരാൻ പറ്റി. പിന്നെ ടീച്ചർമാരും എല്ലാവരും നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഇത്രയും സ്പെൻഡ് ചെയ്തത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് താങ്ക് യു പറയുന്നു. ഇത്രയും പേര് വന്നതിനും ഞങ്ങൾ താങ്ക് യു പറയുന്നു. സോ കണ്ടക്ട് ചെയ്ത എല്ലാവർക്കും ഇനിയും ഇങ്ങനെ കണ്ടക്ട് ചെയ്യുക. ഇനിയും കുഞ്ഞുങ്ങൾ വരും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Praise the Lord. Greetings in the name of the Lord Jesus Christ, and I thank God for this wonderful opportunity to stand for the congregation. എനിക്കിവിടെ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കുക എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. സോ VBS തുടങ്ങിയ ദിവസം മുതൽ ഈ ദിവസം വരെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. ഗ്രൂപ്പ് സെക്ഷൻസ്, ഗെയിംസ്, പിന്നെ മിഷണറി കഥകൾ, ക്ലാസ്സസ് എല്ലാം നല്ലതായിരുന്നു. സ്പിരിച്വൽ ഗ്രോത്തിന് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉപാധിയെല്ലാം. ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല പിന്തുണയായിരുന്നു എല്ലാവർക്കും. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ കുറേ VBSന് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം നമ്മളോട് പ്രോമിസ് ചെയ്യുന്ന എല്ലാം ചെയ്യത്തില്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ പപ്പറ്റ് ഷോ, മാജിക് ഷോ, അങ്ങനത്തെ പരിപാടികളൊക്കെ. പക്ഷേ ഇവിടെ ഞാൻ പ്രതീക്ഷയെല്ലാം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ടൈം ടു ബി ഹിയർ വിത്ത് എവറിബഡി. പ്ലസ് ഇന്നത്തെ മോർണിംഗ് ഡിവോഷൻ എൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിനെല്ലാം ഒരു നല്ല ഒരു ഇതായിരുന്നു. സോ താങ്ക് യു ടു ദ കമ്മിറ്റി. പിന്നെ ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു എൻ്റെ വാക്കിനെ നിർമ്മിക്കുന്നു. നിന്റെ കവി ചൊല്ലുന്നതെല്ലാം നിന്റെ ജീവപാതയിലെല്ലാം നന്മകളേറെ നൽകിടുമെന്നും കാവി കണ്ടും തന്നൊരു ദൈവം. നിന്റെ കവി ചൊല്ലുന്നതെല്ലാം നിന്റെ ജീവപാതയിലെല്ലാം നന്മകളേറെ നൽകിടുമെന്നും കേൾക്കണം. യേശുവിന്റെ വാക്കു കേൾക്കണം. ഹൃദയത്തിൽ ഏറ്റെടുത്തനുസരിക്കണം.
ടീച്ചേഴ്സിന്റെ വളരെ മനോഹരമായ പാട്ട്. എല്ലാവരും ഒന്ന് കരങ്ങളടിച്ച്. ഓക്കെ, നമ്മുടെ സ്കൂളിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കർത്താവിദാസൻ സാധു സാർ മുൻപോട്ട് വന്ന് ചില വാക്കുകൾ നമ്മോട് സംസാരിക്കും. അതിനായിട്ട് കർത്താവിദാസനെ ക്ഷണിക്കുന്നു. അതിനുശേഷം മെപ്ര ചർച്ചിന്റെ സ്കിറ്റ്, അതോടെ നമ്മുടെ പ്രോഗ്രാമുകൾ അവസാനിക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും സന്തോഷത്തിലാണ്. എപ്പോഴാണ് ഈ പ്രോഗ്രാം അവസാനിക്കാൻ പോകുന്നത്, സമ്മാനം ഞങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നത് എന്നൊക്കെ നോക്കിയിരിക്കുകയാണ് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ആഴ്ചത്തെ ചിൽഡ്രൻസ് ഫെസ്റ്റ് സന്തോഷമായിരുന്നോ? യെസ്. അടുത്ത വർഷവും നമുക്കിത് വേണോ? ഇന്ത്യ പാകിസ്ഥാനോട് 3 വട്ടം തോറ്റി താണ്ട് കിടക്കുന്നു. എല്ലായിടത്തും ഇതാണല്ലോ ദൈവമേ ഗതി. എന്റെ അച്ഛൻ, നിങ്ങൾ ഇങ്ങനെ പത്രവും വായിച്ചുകൊണ്ടിരുന്നോ? നമുക്കൊരു മോൻ വളർന്നെന്ന് നിങ്ങൾക്ക് വല്ലോ ചിന്തയുണ്ടോ? അതിന് ഞാൻ പറഞ്ഞത് കേൾക്കണ്ടായോ? അച്ഛായ പറയേണ്ട ഭാഷ പറഞ്ഞവന് മനസ്സിലാവും. ഇനി ഏത് ഭാഷയിലാണ് ഞാൻ അവരോട് പറയണ്ടേ? ഈ മണ്ട് മനുഷ്യനെ കൊണ്ട്. ആ ഹലോ, എവിടെയായി? പെട്ടെന്ന് വൈകിട്ട് സീനാവാ. രാവിലെ ഇവിടെ അടിയായി. ആ പെട്ടെന്ന് വാ വാ. നിങ്ങൾ വന്നോ? നിങ്ങളുടെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇപ്പൊ അതും പൂർത്തിയായി. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഓ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അയ്യോ അങ്ങള്, എന്തുകൊണ്ടങ്ങളെ വിശേഷം? ഓ, പ്രത്യേക ശിവമൊന്നുമില്ല. അതെന്താ അങ്ങളെ, ഞങ്ങൾ വന്നോണ്ടാണോ? അല്ലേലും എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ഇവിടെ. എന്റെ മോനെ നിങ്ങളുടെ മോനെ കറ്റാൻ കാണിച്ചോണ്ടിരുന്നു. മോൻ മറ്റേ പഠിക്കും. അങ്ങനെ മിടുക്കുള്ളവര് നിങ്ങൾ പിടിച്ചു കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ഓ, മാത്തൂന്റെ കാര്യമൊന്നും പറയണ്ട. അവനിവിടെ രാവിലെ പല്ലി പോലും കേൾക്കാതെ കമ്പനി സ്റ്റഡി ആണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ആർക്കറിയാം എന്തുവാണ്? എപ്പോഴത്തെ പിള്ളേരെല്ലാം കണക്കാന്നേ. ഒരു ഭയവും ഇല്ല, പേടിയുമില്ല, നടക്കുക. അവിടുത്തെ എങ്ങനെയാണോ? എന്തോ പറയാൻ. പിന്നെ VBS ഒക്കെ ആണെന്ന് അറിഞ്ഞല്ലോ. നമ്മുടെ സജൻ പാസ്റ്റർ അല്ലേ ഡയറക്ടർ? അവർ ഫാമിലി. അതെ, ഇവാനമോള് നല്ലോണം കളിക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ. പിന്നെ നമ്മുടെ സാബുചാന സ്റ്റഡി പാസ്റ്റർ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. അതെ അതെ, എന്തോ ചെയ്യാന്ന് അതുപോലെ വേണം. ഇവിടെ കച്ചാനുണ്ട്, അനങ്ങത്തില്ല കസേരയിൽ. ശരിയടി, എന്നാ ഇവിടെ കുറച്ച് ജോലിയുണ്ട്. ഞാൻ അത് കൂടെ ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാതെ. ശരി. ആകെപ്പാടെ ആവശ്യത എന്നാ പറയാം. ശരിയാണ്. ഇവിടെ നിങ്ങൾ ആ മോനെ പഠിപ്പിക്കാൻ നോക്കി, എന്നിട്ട് എന്നെ വയ്ക്കാൻ പോകാം കേട്ടോ. അല്ലേ, എന്നെ വയ്ക്കാൻ നോക്കുന്നു. ആരുമില്ലേ? ഇതാരാ പാസ്റ്ററോ? റെഡി ഇതാരാ നോക്കി? പ്രൈസിലോട് സജൻ പാസ്റ്റർ. സുഖമല്ലേ? എന്തോ ഉണ്ട്? പിന്നെ എന്നാ സുഖമല്ലേ? ഓ, എന്തോ പറയാ, ഇങ്ങനെയൊക്കെ പോകുന്നു. നമ്മുടെ മോനും സ്ഥിതി നമ്മുടെ ചർച്ചയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പാസ്റ്ററെ. അവനാണ് അതുവഴി ഇതുകൊണ്ട് ഞാൻ പറയാം കേൾക്കണം. അവനോട് രാവിലെ പല്ലുണ്ടാക്കാതെ ഇറങ്ങി അങ്ങ് പോകുമ്പോൾ കൂട്ടുകാരുടെ കൂടെ ആണെന്ന് പറഞ്ഞ് അവൻ എപ്പോഴാ തിരിച്ചെന്ന് അവന് പോലും വരത്തില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ടാണ് അറിയാമോ? കേൾക്കത്തുമില്ല പാസ്റ്ററെ. അച്ചായ പറയേണ്ട ഭാഷ പറഞ്ഞാൽ അവന് മനസ്സിലാവും. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം. അല്ലെങ്കിൽ ഇരിക്കും. കുഴപ്പമില്ല മാമി, നമ്മുടെ മുന്നിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെന്താ, കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയൊന്നും കണ്ടില്ലല്ലോ? ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ പനിയാണല്ലോ. നമ്മുടെ ചർച്ചയിൽ ഒരു വണ്ടിയൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. വല്ലപ്പോഴും അതിലൊക്കെ വരണം പ്രാർത്ഥനയ്ക്ക്. ലേഡീസ് മീറ്റിങ്ങിന് പിന്നെ ആരെയും കാണാനോ ഇല്ല. എന്തോ ചെയ്യാൻ അവസരം, പനിയാണ്. അയ്യോ, നിങ്ങളുടെ പാസ് ഞങ്ങൾ പോവാൻ. നമ്മൾ മുനിസ് നീ ഇത്ര നേരം എവിടെ അല്ലേ? എവിടെ ഇങ്ങോട്ട് കയറുക, ഇവിടെ കയറുക. എവിടെ എവിടെയായിരുന്നു മുനിസ്? നീ എന്ത് മുനിസ് ഇങ്ങനെയൊക്കെയാണോ?
മാറ്റി എഴുതിയൊക്കെ ചെയ്യണ്ടേ? ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ ഇറങ്ങി അടിച്ചാൽ മാത്രം മതിയോ? ഓ, നിന്റെ പഠിത്തമൊക്കെ എനിക്കറിയാം. ഏതായാലും പഠിത്തമാണ് പറയുന്നത്. അല്ല ബസ് ഒത്തിരി പഠിക്കും. അവന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറയാം. നമ്മുടെ മൂലസ്ഥല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനങ്ങ് ഇറങ്ങുമോ കേട്ടോ? നമുക്ക് പ്രാർത്ഥിച്ചാലോ? അമ്മമ്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ സഹോദരനായിട്ട് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാനങ്ങോട്ട് ഇറങ്ങുക. കൈയൊക്കെ ചുട്ടിക്കൊണ്ട് വരുന്നത് നിങ്ങളുടെ ഫോൺ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്ന് കുത്തി എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വരത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടാണ് നീ ഇങ്ങനെ പോത്ത് പോലെ ഇരിക്കുന്നത്. ഡാഡി എന്നെ വിടാ. ഡാഡി ഇതിന്റെ ഇടയ്ക്ക് നീ അപ്പനെ തള്ളി പറയാറായടാ. ഈ ഫോൺ എന്നെ നശിപ്പിക്കുന്ന ഈ ഫോൺ അച്ഛനെ തള്ളി പൊട്ടിക്കില്ല. നോക്ക് ഡാഡി. ഇത് കൊള്ളാറല്ലേ? കുഴപ്പമില്ലാണ്ട് വാസന ഉണ്ടാണ്ടൊക്കെ ഉപദേശിച്ചു പോയി. ഇതൊക്കെ നമുക്ക് ശരിയല്ലേ? നാളെ നമുക്ക് സെറ്റാക്കാം. അതൊന്നും പഠിക്കണ്ട. ശരി. നമുക്കൊന്ന് മെസ്സേജ് അയക്കാൻ പോലും കാര്യമില്ല. സെറി ഗുഡ് നൈറ്റ്. സെറിക്ക് മാത്രമേ സ്നേഹമുള്ളൂ. ഡാഡി, മമ്മി, ഇവരൊന്നും അങ്ങോട്ട് പോയോ? അവര് വിളിച്ചോ? വിളിച്ചിട്ട് പഠിക്കുന്നില്ലല്ലോ. ഇതിപ്പോ എവിടെ പോടാ? സ്റ്റീഫനെ വിളിക്കാം. എടാ ഹലോ, എന്റെ ഡാഡി മമ്മി അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ലേ? നിന്റെ ഡാഡിയുടെ മമ്മയോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടോ? നിന്റെ ഡാഡി മമ്മി കാണുന്നില്ലേ? ഇനി എന്റെ സഹായത്തിനല്ലേ പോയോ? ഞാൻ പാസ്തകളെ വിളിക്കട്ടെ. ശരി. പാസ്തകൾ എടുക്കുന്നില്ലല്ലോ. ഇവരെല്ലാം എങ്ങോട്ട് പോയി ഒരുമിച്ച്? ഇതെന്താ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ്? ദൈവം വന്നല്ലോ. അപ്പൊ ഞാൻ പോയില്ലേ? എന്നെ മാത്രം ഇവിടെ ഇട്ടോ? കർത്താവേ, ഞാൻ പാപിയായല്ലോ. എന്നെ മാത്രം ഇവിടെ കൊണ്ടുപോയില്ല. എന്റെ ഡാഡിയും മമ്മിയും പാത്രങ്ങളും എല്ലാരും പോയി. ഞാനും സ്റ്റീഫനും മാത്രമേ ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ എന്തോ ചെയ്യും? ഈ ചെറുക്കൻ പിന്നെ വേണ്ടിയിട്ടില്ലയോ എടാ? ഞാനൊരു സ്വപ്നം കണ്ടു. നിങ്ങളെല്ലാവരും ദൈവം വന്നപ്പോ പോയി, ഞാൻ മാത്രം പോയില്ല. ഞാനും സ്റ്റീഫനും മാത്രമേ ഇവിടെ ഉണ്ട്. ബാക്കി ആരും ഇവിടെ ഇല്ല. പാസ്റ്ററുകളും പോയി. സ്വപ്നം കണ്ടപ്പോഴെങ്കിലും മോന് ബോധം വന്നല്ലോ. ഇതാ എന്നോട് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ഇങ്ങനെ കണ്ടാൽ നന്നാവത്തില്ല. നീ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നന്നാവുന്നു.
ഈ VBS ഇത്രയും നടക്കാൻ ഇടയായത്. സജൻ മാസ്റ്റർ എന്നോട് നന്ദി പറഞ്ഞാൽ തീരത്തില്ല. സജൻ മാസ്റ്റർ, ഷാനി ചേച്ചി, ഇവരാണ് നിങ്ങളുടെ പ്രവർത്തനം. ഈ ഷാനി ചേച്ചി ഞാൻ ചർച്ചയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഡാൻസ് ചെയ്യാനൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ തന്നെ ഞെട്ടി. അപ്പം എല്ലാ രീതിയിലും പാസ്റ്റർ ഫാമിലി നമ്മളോട് ഈ ഒറ്റവാക്കി തീർക്കാൻ പറ്റുന്നതല്ല, പക്ഷെ എന്നാലും പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയും. പ്രത്യേകമായ നന്ദി ഞങ്ങൾ ഇത്തരത്തിൽ അറിയിക്കുന്നു. പാസ്റ്റർ അശോക് അവരോട് സമ്മാനം നൽകുന്നതാണ്. അടുത്തതായിട്ട് സഫേറിലെ ക്രിസ്റ്റീന നെൽസൺ ടീച്ചർ. സൂപ്പറായിരുന്നു. അടുത്ത കൊല്ലം ഇതിനെക്കാട്ടും ബെറ്ററായിട്ട് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.